ആമീൻ പറയും. ആകെയുള്ളത് 10 മണി വരെയുള്ള സമയമാണ്. അതിന്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയാ പറയാ? അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഏതാ? ഒന്നാമത്തെ കാര്യം ചിന്തിക്കുക, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുക. അല്ലാഹ് ചോദിക്കാണ്, വബിൽ ലൈലി അഫലാ തഅഖിലൂൻ, രാത്രിയെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? വഫിസ്സമായി റിസ്ഖുക്കും വമാ തുഅദൂൻ, നിങ്ങളുടെ ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്ന റിസ്കിനെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? അതുകൊണ്ട് ഖുർആനിനെ നന്നായി ചിന്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഖുർആനിന്റെ ചിന്തകളിലൂടെ നടന്നു പോവുക. അല്ലാഹു നമ്മുടെ ഖുർആനിന്റെ ചിന്തയിൽ അല്ലാഹു നമ്മളെ എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആനിലേക്ക് ചിന്തിച്ചാല് നമുക്ക് ആകാശത്തെ മാത്രമല്ല, സൂര്യനെ മാത്രമല്ല, പ്രപഞ്ചത്തെ മാത്രമല്ല, നമ്മളെയും കണ്ടെത്താൻ പറ്റും. ഖുർആൻ പറയാത്തതൊന്നുമില്ല. പക്ഷേ നമ്മളെ കുറിച്ച് പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ലോകത്തിൽ ഖുർആൻ പറയാത്ത ഒരു വസ്തുവും ലോകത്തില്ല. ഖുർആൻ കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയം വേറെയില്ല. ഉണ്ടോ? 1 മുതൽ 10 വരെ നമ്മൾ എണ്ണാൻ പഠിപ്പിച്ചാരാ? എന്നെ ഇങ്ങനെ അന്തം വിട്ട് തുറച്ചു വെക്കാതെ മറുപടി പറയും. 1 മുതൽ 10 വരെ എണ്ണാൻ പഠിച്ചവിടുന്ന്. അതും പഠിച്ചില്ലേ? 1 മുതൽ 10 വരെ നമ്മൾ ആദ്യം LKG UKG നഴ്സറി പോകുമ്പോ ടീച്ചർ 1, 2 പഠിപ്പിക്കില്ലേ? 1 മുതൽ 10 വരെ നമ്മൾ എണ്ണാൻ പഠിച്ചവിടുന്ന്. നമുക്കൊന്ന് നോക്കാം, അവിടെ അംഗൻവാടിയിലെ ടീച്ചറാണോ, LKGയിലെ സാറാണോ, അതല്ല വേറെ ആരാണോ പഠിപ്പിച്ചത് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് എണ്ണാവോ എൻ്റെ കൂടെ? 1 മുതൽ 10 വരെ അറബിയിൽ എണ്ണാൻ അറിയാവുന്നവരൊന്ന് കൈവക്കുകയാണ്. ഫുൾ അറബികളാ ഇവിടെ. എന്നാ എണ്ണിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്ഉ ഇലാ തഅമിൻ വാഹിദ്. 1 ഫാർസൽനാ ഇലൈഹി മുസ്നൈൻ 2 സൂറത്ത് യാസീൻ. ഫഅസ്സസ്നാ ബിസാലിസ് 3 സൂറത്ത് യാസീൻ. ഫഖുദ് അർബഅതൻ മിനത് തയ്ർ 4 സൂറത്ത് ബഖറ അല്ലേ? തിൽക റസൂലല്ലേ? ഇവിടെ എക്സ്പെർട്ട് ഇരിക്കുകയാണ്. ഫഖുദ് അർബഅതൻ മിനത് തയ്ർ 4 സൂറത്തുൽ ബഖറ. സയഖൂലൂന 5 സൂറത്തുൽ കഹ്ഫ്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം. 6 സൂറത്തുൽ ഖസസ്. അല്ലദീ ഖലഖസ് 7 സമാവാതി തിബാഖാ. 7 സൂറത്തു നൂഹ്. 8 അസ്വാദ്. 8 സൂറത്തുൽ അറാഫ്. وكان في المدينة 9 رهط 9 تلك 10 كاملة 10 പഠിപ്പിച്ച് ഞാൻ ഓതിയത് 10 ആയത്താണ്. പഠിപ്പിച്ച് ഖുർആൻ. എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഈ ഖുർആൻ പഠിച്ചാൽ മതി, പരമാവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ആരാ ഖുർആൻ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനൊരു വാക്ക് പറയാൻ, എന്റെ യുവാക്കളോട് ഞാൻ പറയാൻ, ഈ അലമാരയിൽ അടച്ചു വെച്ചിരിക്കുന്നത് എന്തെന്നറിയോ സഹോദര? 10 തിൽക 10 കാമില. തീർന്നില്ല. ഇന്നി റഅയ്തു 11 കൗകബ. 11 ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. 12 തീർന്നില്ല. 19 അലൈഹാ 19 വബഅദ്നാ മൂസാ 30 ലൈല വഅത്മംനാഹാ ബിഅശരി ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. ഇങ്ങനെ 30 40 തീർന്നില്ല. 1,00,000 വരെ. ഖുർആൻ 1 എണ്ണാൻ തുടങ്ങിയിട്ട് നിർത്തിയത് എത്രയിലാണ്? 1,00,000-ലാണ്. ലോകത്ത് നമ്മൾ രാജ്യത്തെ പരിചയപ്പെടുമ്പോ പറയും ഇന്ത്യ. അടുത്തത് വിസ്തീർണം. ഹിസ്റ്ററി പഠിക്കുന്നവർക്കറിയാം. ഇന്ത്യ ആദ്യം വിസ്തീർണം, രണ്ടാമത്
പോപ്പുലേഷൻ ജനസംഖ്യ 140 കോടി. ഇന്ത്യയിലെ ജനസംഖ്യ. ഒരു രാജ്യത്തെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആദ്യം വിസ്തീർണം, രണ്ടാമത് ജനസംഖ്യയിലൂടെയാണ്. യൂനുസ് നബിയെ ഞാൻ നീനവയിലേക്ക് അയച്ചു. അവിടുത്തെ ജനസംഖ്യ 1,00,000 അവിടുത്തെ ജനസംഖ്യ 1,00,000. ആദ്യമായി ഒരു രാഷ്ട്രത്തെ നിർവചിക്കുന്നത് ജനസംഖ്യയുടെ പേരിലാണെന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഈ കായംകുളത്തുകാരല്ലേ അല്ലേ? ഇവിടെ KPSC ഇതെന്തൊരു മനുഷ്യന്മാരാണോ? KPSC കായംകുളത്തല്ലേ? ഏതാ ചേർത്തലയാ? KPSC നാടകവേദി ഇവിടെ അല്ലേ? പോയാ? KPSC നാടകവേദി കേട്ടിട്ടുണ്ട്? KPSCയുടെ ഏറ്റവും പ്രസിദ്ധമായ കഥാപാത്രമാണ് നാറാണത്ത് ഭ്രാന്തൻ. മലയാളത്തിന്റെ നാടക റൊമാൻറ്റിക് സങ്കല്പങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ നാറാണത്ത് ഭ്രാന്തനാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മലയുടെ മുകളിലേക്ക് കല്ല് ഉരുട്ടിക്കയറ്റിയിട്ട് വൈകുന്നേരം ആ ഉരുട്ടിക്കയറ്റിയ കല്ല് താഴേക്ക് തള്ളിവിട്ടിട്ട് നാറാണത്ത് ഭ്രാന്തൻ പൊട്ടിച്ചിരിക്കും. അയാളുടെ പേരാണ് നാറാണത്ത് ഭ്രാന്തൻ. എന്നാൽ സഹോദര, നിനക്കറിയുമോ? വലാ തകൂനൂ കല്ലതീ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. ഖുർആൻ പറയുകയാണ്, വലാ തകൂനൂ, നിങ്ങളാവരുത്, കല്ലതീ, ഒരു പെണ്ണിനെ പോലെ, നഖലത് ഗസ്ലഹാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂലിങ്ങനെ ചുറ്റിയിട്ട് വൈകുന്നേരമാകും ആ ചുറ്റിയ നൂലിനെ തിരികെ കറക്കി ചിരിക്കുന്ന പെണ്ണിനെ പോലെ നിങ്ങളാവരുത്. ആര്? 1400 ബിഫോർ 1400 ഇയേഴ്സ് അഗോ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ നാറാണത്ത് ഭ്രാന്തനെ വെല്ലുന്ന ഒരു കഥാപാത്രത്തെ ഖുർആനി പരിചയപ്പെടുത്താൻ. നിങ്ങൾ ആ പെണ്ണിനെ പോലെ ആവരുത്. ജയറാനത്ത് എന്നാണ് ആ പെണ്ണിന്റെ പേര്. ഇത് പറയാൻ നിന്നാ കുറെ ഉണ്ട്. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ സീരിയലിന് അഡിക്റ്റ് ആകല്ലേ? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഹാഭാരത സീരിയൽ ഉണ്ട്. അന്നൊക്കെ സീരിയൽ അഡിക്ഷൻ. മഹാഭാരതത്തില് കൗരവരുടെ കോട്ട കാണാൻ വേണ്ടി, അല്ല പാണ്ഡവരുടെ കോട്ട കാണാൻ വേണ്ടി കൗരവര് പോകുന്നുണ്ട്. ദുര്യാധനനും ദുശാസനനും എല്ലാവരും കൂടി. ദുനിയാവിൽ ആദ്യമായിട്ട് സ്വന്തം മക്കൾക്ക് ദൂന്ന് ആദ്യം ചേർന്ന് പറയേണ്ടി വന്ന ഒരു പാവപ്പെട്ട പിതാവിന്റെ പേരാണ് മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രർ 101 പേരാ കൗരവര്. 101 പേർക്കും പേരിട്ടത് ദുര്യോധനൻ, ദുശാസനൻ, എല്ലാ ദുസ്വഭാവം. അങ്ങനത്തെ ആകെ ഒരു ഗതികെട്ട പിതാവാണ് ധൃതരാഷ്ട്രർ. കണ്ണ് കാണാൻ വയ്യ. അങ്ങനെ പാണ്ഡവരൊരു നല്ല കോട്ട വെച്ചു. അത് കാണാൻ വേണ്ടി കൗരവരെ വിളിച്ചു. അങ്ങനെ കൗരവര് പാണ്ഡവരുടെ കോട്ടയുടെ മുമ്പിലെത്തിയപ്പോൾ താഴെ കൂടി ഒരു അരുവി ഒഴുകുന്നു. അത് കണ്ടപ്പോൾ ഈ കൗരവർ ഇത് അരുവിയാണെന്ന് കരുതി അവരുടെ വസ്ത്രങ്ങൾ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അരുവിയിലോട്ട് കാലെടുത്ത് വെക്കാൻ നേരത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു, അത് അരുവിയല്ല, അതിന്റെ മുകളിൽ സ്ഫടികമാണ്, താഴെയാണ് അരുവി ഒഴുകുന്നത്, അതുകൊണ്ട് നിങ്ങൾ വസ്ത്രം പൊക്കേണ്ടതില്ലെന്ന്. فلما رأته حسبته لجة وكشفت عن ساقيها قال إنه صرح ممرد من قوارير. സീരിയലിന് അഡിക്റ്റായി പോയവരെ അല്ലാഹു പറയാണ്, ബൽക്കീസ് രാജ്ഞി സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെത്തിയപ്പോ അരുവിയാണെന്ന് കരുതി ബലക്കമാ കശഫത്ത് അൻ സഖൈഹാ, തന്റെ വസ്ത്രം ഇങ്ങനെ പൊക്കിയപ്പോ സുലൈമാൻ നബി പറഞ്ഞു, വേണ്ട ബിൽക്കീസേ, ഇന്നഹു സറഹും മുമറദും മിൻ ഖവാരീർ, അത് സ്ഫടികമാണ് അതിന്റെ മുകളിലെന്ന് സുലൈമാൻ നബി പറഞ്ഞു കൊടുത്ത ചരിത്രം ഖുർആൻ മനോഹരമായിട്ട് പറയുകയാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയ ഖുർആൻ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. ഖുർആൻ പറയാത്തതൊന്നുമില്ല. ആറ്റം മുതൽ ആഖിറം വരെ, പരമാണു മുതൽ പരലോകം വരെ. ഇനി അതിന്റെ ശാസ്ത്രീയ നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ ഈ മണിക്കൂർ തികയാതെ വരും. നമ്മുടെ ഭാര്യയെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ച് ഖുർആനിലെ ആദ്യത്തെ സൂറത്തിന്റെ പേര് സൂറത്തുൽ ബക്കറ, അവസാനത്തെ സൂറത്തിന്റെ പേര് അന്നാസ്. അൽ ബക്കറ എന്ന് പറഞ്ഞാൽ നാൽക്കാലി, അവസാനത്തെ അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബക്കറയിൽ നിന്ന് ഒരാൾ ഓതുന്ന സമയത്ത് അവന് മൃഗത്തിന്റെ സ്വഭാവമാണെങ്കിൽ അവൻ അന്നാസിലെത്തുമ്പോൾ പൂർണ്ണ മനുഷ്യനായിട്ടുണ്ടാവും.
ഖുർആന്റെ ഒരു യോജിപ്പ് എങ്ങനെയാണ്? ഈ സൂറത്തുകളൊന്നും ബക്കറ കഴിഞ്ഞ് ആലു ഇമ്രാൻ കഴിഞ്ഞ് മായിദ, നിസാ കഴിഞ്ഞ് മായിദ, ഇതൊന്നും വെറുതെ എടുത്ത് വെച്ചതല്ല. ഖുർആന്റെ ഇനി വേറൊന്നുകൂടി ഞാൻ പറയാം. നിങ്ങൾ കേൾക്കണുണ്ടോ? മനസ്സിലാവണുണ്ടോ? സമയമില്ലാത്തോണ്ട് ഞാൻ പെട്ടെന്ന് പറയാ. എന്റെ ഒരു ദൗത്യം ഈ ഖുർആനിനെ കുറച്ച് മുഹിബ്ബീങ്ങളെ ഉണ്ടാക്കലാണ്. നിങ്ങൾ ഈ മരിക്കാൻ നേരത്ത് വെച്ച് ഓതുന്ന ഈ ഗ്രന്ഥം അതൊരു ചില്ലറ ഗ്രന്ഥമല്ല. ഓതിയാലവൻ ആഖിറത്തിലേക്കുള്ള പ്രതിഫലം, ജീവിച്ചിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രതിഫലം. സഹോദരങ്ങളെ, ബക്കറെ നോദാൻ തുടങ്ങിയാൽ നാൽക്കാലിയുടെ സ്വഭാവമാണെങ്കിൽ അന്നാസത്തും അവൻ പൂർണ്ണ മനുഷ്യനാകും. അതുകൊണ്ടാണ് ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു ആയി മാറിയത്. ഇനി ഒരു കോർവയും കൂടെ ഞാൻ പറയാം. അൽ ബക്കറ എന്ന് പറഞ്ഞാൽ നാൽക്കാലി. രണ്ടാമത്തെ സൂറത്തിന്റെ പേര് ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം. മൂന്നാമത്തെ സൂറത്ത് ആലു ഇമ്രാൻ കഴിഞ്ഞാൽ അന്നിസാ, സ്ത്രീ. അടുത്ത സൂറത്തിന്റെ പേര് മാഇദ, ഭക്ഷണത്തലിക. അൽ ബക്കറ നാൽക്കാലി. നാൽക്കാലികളെ സംബന്ധിച്ചോളം അവർക്ക് കല്യാണം കഴിക്കൂല, നാൽക്കാലികൾക്ക് കുടുംബവും ഇല്ല. അതുകൊണ്ടാണ് പണ്ടങ്ങനെ പാടിയത്, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന് പണ്ട് പാടിയതിന്റെ കാര്യം. നാൽക്കാലികൾക്ക് കുടുംബം ഇല്ല, നാൽക്കാലികളെ കല്യാണം കഴിക്കാറില്ല, നാൽക്കാലിക്ക് കുടുംബവും ഇല്ല. അതുകൊണ്ട് അൽ ബക്കറ, നീ നാൽക്കാലിയെ പോലെ ജീവിക്കരുത്. ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബത്തെ പോലെ നിനക്കൊരു കുടുംബം ഉണ്ടാവണം. അടുത്ത സൂറത്തിന്റെ പേര് അന്നിസാ, ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നിസാ, പെണ്ണാണ്. അടുത്ത സൂറത്ത് മാഇദ, ആ പെണ്ണ് വിളമ്പി വെച്ച് തരുന്ന ഒരു ഭക്ഷണത്തടിയേക്ക് ചുറ്റുമാണ് ഒരു കുടുംബത്തിന്റെ രൂപീകരണം ഉണ്ടാവുക. ഇങ്ങനെ ഇതിപ്പോ ഞാൻ തഫ്സീറൊന്നും പറഞ്ഞല്ല, എന്റെ ചിന്തകളാണ്. ഇങ്ങനെ വളരെ ലളിതമായി ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തോട് ഖുർആൻ എങ്ങനെയാ ബന്ധപ്പെട്ട് കിടക്കാം? മുഅ്മിനീങ്ങളെ, എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ നമ്മുടെ ഹൃദയത്തെ ചേർത്ത് പിടിക്കുക. നമ്മുടെ കുടുംബമാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ കുടുംബത്തെ നമ്മൾ അന്വേഷിക്കണോ? ഖുർആൻ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ ഈ ഖുർആനെ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ എട്ടുകാലി. ചെലന്തി എട്ടുകാലി ഒന്നാണ്, രണ്ടു ഒന്ന് ആണോ? ചെലന്തി വളർന്നു കഴിഞ്ഞാൽ പുലുവാകുമ്പോഴെട്ടാണ്. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേര് അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തി. അല്ലാഹു പറയാണ്, ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത്ത്, ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണം. ചിലന്തിയുടെ വീട് ആ ചിലന്തി ഒരു വീടുണ്ടാക്കി. ആ ചിലന്തി ഒരു വീടുണ്ടാക്കി. അവിടെ ചീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ഈ തഹദത്ത് എന്ന് പറഞ്ഞ് ഫീലില് താ വന്നാൽ അവിടെ ഫായില് മുഅന്നസാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, അറബി ഗ്രാമറാണ്. അതിന്റെ ഫായിൽ ഇങ്ങനെയാണ്, ഫീൽ ഇങ്ങനെയാണ്. ലമീർ ഇങ്ങോട്ട് മടക്കണം. നിങ്ങൾക്ക് മനസ്സിലായി, ലമീർ ഇങ്ങോട്ട് മടക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഷമീർ അങ്ങോട്ട് പോയി നമ്മൾ പറയും. അല്ലാതെ ഇതൊരു അറബി വ്യാകരണമാണ്. ഖുർആൻ അങ്ങനെയാണ് നിർവചിക്കപ്പെടുക. ഈ പണ്ഡിതന്മാരെയൊക്കെ നമ്മൾ കുറ്റം പറയും, അയാൾ ആ അഭിപ്രായം, ഇയാൾ ഈ അഭിപ്രായം. അങ്ങനെ പറയാൻ കഴിയില്ല. ഖുർആൻ അങ്ങനെയാണ്. ഖുർആനിനെ അങ്ങനെയാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുക. ഹനഫി ഇമാമിൻ അങ്ങനെ, ഷാഫി ഇമാമിൻ അങ്ങനെ. എങ്ങനെ പറയും നിങ്ങള്? വലിൽ മുത്തല്ലഖാത്തി യദ്റബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് 3 ഖുറൂ അവൾ ഇദ്ദയിരിക്കണം. ഖുറൂഇന് ഇവിടെ എന്താണ് അർത്ഥം? തുഹറാണോ, ഹൈലാണോ, ശുദ്ധിയാണോ, അശുദ്ധിയാണോ? ഹനഫി ഇമാമിന്റെ അടുക്കൽ അശുദ്ധിയാണ്, ഷാഫി ഇമാമിന്റെ അടുക്കൽ ശുദ്ധിയാണ്, അല്ലേ? തുഹറാൻ. ഷാഫി ഇമാം പറഞ്ഞു 3 ശുദ്ധി, ഹനഫി ഇമാം പറഞ്ഞു 3 അശുദ്ധി. എന്താ വൈരുദ്ധ്യം? ഷാഫി ഇമാം അതേ അഭിപ്രായത്തിൽ നോക്കുമ്പോ ഭാഷാപരമായിട്ട് ഖുർആനിന് 2 അർത്ഥവും പറയാറുണ്ട്. എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്.
അപ്പൊ ശാഫി ഇമാം ഒരു നിഗമനത്തിലെത്താൻ വേണ്ടി തീരുമാനിച്ചത് അവസാനം അതിന്റെ ഭാഷാശാസ്ത്രം വിട്ട് വ്യാകരണ ശാസ്ത്രത്തിലേക്ക് എത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു അൽഫിയൻ അവിടെ സലാസത്ത് എന്ന് താഴ് വരുമ്പോൾ പിന്നെ വരുന്നത് മുദക്കറാൻ. ആ രീതിയിലാണ് അവർ വ്യാകരണപ്പെടുത്തിയത്. സഹോദര, സൂക്ഷിച്ചു വേണം പദപ്രയോഗങ്ങൾ നടത്താൻ. ആലിമീങ്ങളെയും മുഫസ്സിരീങ്ങളെയും വിമർശിക്കാൻ, മദ്ഹബിന്റെ ഇമാമീങ്ങളെ നാവ് കൊണ്ട് പറയാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇവിടെ താഴ് വന്നാൽ വീടുണ്ടാക്കുന്നത് പെൺജലന്തിയാണ്. ആ വീടുണ്ടാക്കുന്നത് ഇത്തഹദത്തു ബൈത്ത, പെൺജലന്തി വീടുണ്ടാക്കി. പെൺജലന്തി വീടുണ്ടാക്കി കഴിഞ്ഞാൽ, വീട് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പെൺജലന്തി ആൺജലന്തിയെ കൊല്ലും. കാശൊക്കെ വായിച്ചു കൊടുക്കും, എല്ലാം അവൻ കൊടുക്കും, നാട്ടിൽ വീടൊക്കെ ഉണ്ടാക്കും. എല്ലാം കഴിഞ്ഞ് ഹൗസ് വാമിങ് കഴിഞ്ഞാൽ അവൾ അപ്പുറത്തോന്റെ കൂടെ ഒളിച്ചോടിയെന്ന് പണ്ട് വാർത്ത കേട്ട മാതിരി ഇത്തഹദത്ത് ബൈത്ത, വീടുണ്ടാക്കുന്നത് പെൺജലന്തിയാണ്. വീട് പൂർത്തിയായി കഴിഞ്ഞാൽ പെൺജലന്തി ആൺജലന്തിയെ കൊല്ലും. എന്നിട്ട് പെൺജലന്തിയും മക്കളും കൂടെ ആ വലയിൽ താമസിക്കും. കുറെ കഴിയുമ്പോൾ മക്കൾ പെൺജലന്തിയെ കൊല്ലും. അതുകൊണ്ടാണ് ഏത് ജലന്തിയുടെ വലയെടുത്താലും അതിനകത്തൊരു മയ്യത്ത് കാണാം, അത് ആൺജലന്തിയാണ്, ഭർത്താവാണ്. ഇങ്ങനെ പരസ്പര കുടുംബത്തില് പരസ്പര വിശ്വാസമില്ലാത്ത, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹബന്ധങ്ങളില്ലാത്ത, മാതാപിതാക്കളും മക്കളും തമ്മിൽ കടപ്പാടില്ലാത്ത, ലോകത്തിലെ ഏറ്റവും ദുർബലമായ കുടുംബ വ്യവസ്ഥിതി ചിലന്തയുടേതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്ന ഔഹനൽ ബുയൂത്തിൽ ബൈത്തുൽ അൻകബൂത്, ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തയുടെ വീടാ. സഹോദരാ, തീർന്നില്ല. ഞാൻ ഈ പറഞ്ഞത് ആറ്റം മുതൽ ആഖിറം വരെ, പരമാണു മുതൽ പരലോകം വരെ. ആ ഖുർആൻ സൂര്യനെ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രനെ പറഞ്ഞിട്ടുണ്ട്, ആകാശങ്ങളെ, നെബൂലകളെ, താരാപഥങ്ങളെ, ഉൽക്കകളെ, ഗാലക്സികളെ, ഈ എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ എടുത്ത് നോക്കിയാൽ അതിനകത്ത് എന്നെ കാണാം. ആ ഖുർആൻ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഷാഫി മൗലവിയെ കാണാം. അതിനകത്ത് ആ ഖുർആൻ എടുത്ത് നിവർത്തി നോക്കിയാൽ അതിനകത്ത് ഷഫീഖിനെ കാണാം. എനിക്ക് പേരറിയാവുന്നവരല്ലേ പറയാൻ പറ്റൂ. ഈ ഖുർആൻ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം വരണില്ലേ? ഇല്ലേ? ഈ ഖുർആനിനെ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടപ്പാ. ഇത് കബീർ വാക്കവിയുടെ വകയല്ല. കിതാബുൻ ഫീഹി ദിക്റുകും അഫലാ തഅഖിലൂൻ. കിതാബ് എന്നതൊരു വേദഗ്രന്ഥമാണ്. ഫീഹി, ആ ഗ്രന്ഥത്തിലുണ്ട്, ദിക്റുകും, നിങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. നിങ്ങളെ കുറിച്ച് ഈ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സഹോദരാ, ഇത് വെറുതെ ഒരു വാക്കല്ല. അല്ലാഹു പറയാണ് കിതാബുൻ ഫീഹി ദിക്റുകും അഫലാ തഅഖിലൂൻ. ഈ ഖുർആനിൽ അഹമ്മദ് കബീറുണ്ട്, നിങ്ങളുണ്ട്, കായംകുളം തന്നെ കേൾക്കാനെത്തിയ ഓരോരുത്തരെയും കുറിച്ച് അല്ലാഹുവിന്റെ കലാമിന് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തോതിയപ്പോ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തോതിയപ്പോ ചോദിച്ചു, അല്ലാഹുവേ, എന്നെ കുറിച്ച് നിന്റെ വിശുദ്ധമായ ഖുർആനിൽ പരാമർശമുണ്ടാവാനോ? അത് എന്താണെന്നറിയാൻ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതി അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാത്തതെന്താ? ആ സമയത്ത് മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു, ഞാൻ ചിന്തിക്കാത്തത് കൊണ്ടാണോ ഖുർആനിൽ എവിടെയാണ് എന്നെ കുറിച്ച് പറഞ്ഞത്? ശ്രദ്ധിച്ചു കേൾക്കണേ. വിശുദ്ധമായ ഖുർആനിനോടുള്ള ഹക്കുകളെ ഞാൻ ഈ വിനീതൻ ഓർമ്മപ്പെടുത്തുകയാ. മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഖുർആൻ ആദ്യം മുതൽ പരതാൻ തുടങ്ങി എന്നെ കുറിച്ച് പറഞ്ഞത് പറയാ. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. അല്ലാഹു, ഞാൻ അത്ര വലിയ പദവിയുള്ള ആളല്ലല്ലോ. അങ്ങനെ ഓതി ഓരോ ആയത്തുകളും ഓതി ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു.
ചോദിക്കുകയാണ്, പടച്ചവനെ എന്റെ നിസ്കാരത്തിൽ എനിക്ക് ശ്രദ്ധയില്ല, ഞാൻ പാടായ സംസാരം ഉപേക്ഷിച്ചവനല്ല. അത് അഹ്നഫിബ്നു ഖൈസിനെ കുറിച്ചല്ല. ഊതി സൂറത്ത് സജദയിലെത്തി. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പാതിരാത്രിയിൽ കിടന്നുറങ്ങിയിട്ട് പുലർകാലക്കെഴുന്നേറ്റ് പുതപ്പുകൾ മാറ്റിയിട്ട് പടച്ചവന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കരഞ്ഞു ദുആ ചെയ്യുന്നവർ, അല്ലാഹുവേ അഹ്നഫ് അങ്ങനെയല്ല, ഞാൻ അങ്ങനെയുള്ള ഒരു വിശ്വാസിയല്ല, എന്നെ കുറിച്ചല്ലത് പറഞ്ഞത് എന്ന് കരുതി ഖുർആൻ മുഴുവനും പാരായണം ചെയ്തിട്ട് കിതാബുൻ ഫീഹി ദിക്റുക്കും, നിങ്ങളെ കുറിച്ച് ആ ഗ്രന്ഥത്തിലുണ്ടെന്ന് പറഞ്ഞത് പരതി നടന്ന് ആ ഖുർആൻ ഇങ്ങനെ അടച്ചു വെക്കുമ്പോ അഹ്നഫിബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ ഒരു ആയത്ത് തുറക്കുകയാ. എന്നെ കണ്ടെത്താനും നിങ്ങളെ കണ്ടെത്താൻ. വആഖറൂന ഇതറഫൂ ബിദുനൂബിഹിം ഖലതൂ അമലൻ സാലിഹാ വആഖറ സയ്യിആ അസ്സല്ലാഹു അൻ യതൂബ അലൈഹിം. അഹ്നഫിബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ആയത്തോടി വആഖറൂന, ഒരു വിഭാഗം ആളുകൾ അവര് ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ആ തെറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് അവര് ധാരാളം നന്മകളും ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് തിന്മകളും ചെയ്യുന്നുണ്ട്. നന്മയും തിന്മയും ഇടകലർന്ന ജീവിതമാണ് അവരുടേത്. അല്ലാഹു അവരുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കുമെന്ന് ആയത്തോതിയപ്പോ അഹ്നഫിബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കണ്ണീരണിഞ്ഞു പറഞ്ഞു, അതെ, ഇത് അഹ്നഫിബ്നു ഖൈസിനെ കുറിച്ചാണ്, ഇത് എന്നെ കുറിച്ചാണ്, ഇത് എന്നെ കുറിച്ചാണ്. ഞാൻ അഹ്നഫിബ്നു ഖൈസാണ്, ഞാൻ നന്മകൾ ചെയ്യാറുണ്ട്, അതോടൊപ്പം തന്നെ പാപവും ചെയ്യാറുണ്ട്. ഇതാണല്ലോ റബ്ബേ നീ കിതാബുൻ ഫീഹി ദിക്റുക്കും, നിങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുണ്ടെന്ന് പറഞ്ഞത്. സഹോദരാ സഹോദരി, ജാമിയത്തുൽ ഹുസൈനിയ അൽ ഇസ്ലാമിയുടെ സനദ് ദാന ചടങ്ങും വാർഷികവും ആഘോഷിക്കുമ്പോ ഈ ഖുർആൻ നിങ്ങളെ ചന്ദ്രനെ കണ്ടില്ലെങ്കിലും ശരി, ഈ ഖുർആനിലൂടെ സൂര്യനെ കണ്ടെത്തിയില്ലെങ്കിലും ശരി, ഈ ഖുർആനിലൂടെ നിങ്ങൾ അസ്ട്രോണമി പഠിച്ചില്ലെങ്കിലും ശരി, പക്ഷേ നിങ്ങളുടെ കൺമുമ്പിലുള്ള നിങ്ങളെ കണ്ടെത്തണേ, നിങ്ങളെ ആ ഖുർആനിലുണ്ട്. അഹ്മദ് കബീറിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വആഖറൂന ഇതറഫൂ ബിദുനൂബിഹിം, ധാരാളം തെറ്റുകൾ ചെയ്തവർ ആ തെറ്റുകളുടെ കൂടെ അവര് നന്മ ചെയ്യുന്നുണ്ട്. പള്ളിക്ക് അവര് സദഖ ചെയ്യുന്നുണ്ട്, അവര് ഹൈഫ്ള് കോളേജിന് സദഖ ചെയ്യുന്നുണ്ട്. എന്നാലും മനുഷ്യ സഹജമായി അവര് തെറ്റും ചെയ്യുന്നുണ്ട്. അസ്സല്ലാഹു അൻ യതൂബ അലൈഹിം, അവര് തൗബ ചെയ്താൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നവനാണ്. സഹോദരാ, ഇന്നത്തെ ദിവസം ഈ ഖുർആനിലുള്ള നമ്മളെ കണ്ടെത്തുക, എന്നിട്ട് തവ്വാബായ റബ്ബിന്റെ അടുക്കലേക്ക്. അല്ലാഹു തവ്വാബാണ്, ഫഅാലു വസിനാണ്, അവൻ ഏറ്റവും തൗബ സ്വീകരിക്കുന്നവനാ. അതുകൊണ്ട് സഹോദരാ, ഈ ശഅബാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച തുറക്കുന്നത് റമളാനിലേക്കാണ്. ഉതുലുബ് മതാബൻ ബിന്നദാമത്തി മുഖ്ലിയാ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖ്ബലാ. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് റബ്ബേ നന്മ തിന്മകൾ ഇടകലർന്ന ജീവിതത്തിൽ നിന്ന് നന്മയുടെ മാത്രം ജീവിതത്തിലേക്ക് നടക്കൂ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഖൈറുകൾ മാത്രം ചെയ്യുന്ന ജീവിതത്തിലേക്ക് നടക്കൂ. ചെയ്തു പോയ തെറ്റുകളെല്ലാം അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനുഷ്യന്മാരെ, തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടോ? യുവാക്കളെ, തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ? ഇതേവരെ നിങ്ങൾ തെറ്റ് ചെയ്തവരാണെങ്കിൽ, ഇന്ന് 7 മണിക്ക് നിങ്ങൾ മദ്യപിച്ചവരാണെങ്കിൽ, ഇന്നലെ നിങ്ങൾ പലിശ വാങ്ങിച്ചവരാണെങ്കിൽ, ഇന്ന് രാവിലെ വ്യഭിചരിച്ചവരാണെങ്കിൽ നിങ്ങൾ ഭയക്കണ്ട. തവ്വാബായ റബ്ബിനോട് പറഞ്ഞാൽ അവൻ പുറത്തു തരുന്നവനാണ്. പാപികളെയും ഈ ഉമ്മത്തിന് ആവശ്യമുണ്ട്. മദ്യപാനിയാണെന്ന് പറഞ്ഞ് അട്ടി ഓടിക്കരുത്, വ്യഭിചാരിയാണെന്ന് പറഞ്ഞ
അടിപൊടിക്കരുത്. പാപികളെയും ഈ സമുദായത്തിന് ഉമ്മത്തിന് ആവശ്യമുണ്ട്. മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് വടിയും കുത്തിപ്പിടിച്ചു ചുരുണ്ടുകൂടി 100 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നു. അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്യുമ്പോ പറയാ 100-ലധികം പ്രായമുള്ള മുതുകിങ്ങനെ വളഞ്ഞ് വില്ല് പോലെ നിൽക്കുന്ന അയാളുടെ എല്ലുകളെല്ലാം ബലഹീനമായി തലമുടി മുഴുവനും നരച്ചു വെള്ളിരോമങ്ങളായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാറ് വടികൊട്ടി പിടിച്ച് ഹബീബിന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നുണ്ട് നബിയേ, ഈ മദീനയിൽ എന്നേക്കാൾ വലിയൊരു തെമ്മാടിയില്ല, ഈ മദീനയിൽ എന്നേക്കാൾ വലിയ പാപം ചെയ്തവനില്ല. അതിനത്തുതമ്പന് കസീറാ, ഞാൻ ചെയ്യാത്ത പാപമില്ല നബിയേ. 100 വയസ്സാകുന്നു എനിക്ക്, ഞാനിപ്പോൾ പശ്ചാത്തപിച്ചാൽ അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? ഹബീബിന്റെ മറുപടി വന്നു, പ്രത്യാശയുടെ മറുപടി, അതെ, അല്ലാഹു നിന്റെ തൗബയെ സ്വീകരിക്കും മനുഷ്യ. അത്ഭുത പരതന്ത്രനായി 100 വയസ്സോടടുക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വടികുത്തി പിടിച്ച് ഹബീബിന്റെ മുമ്പിൽ പറഞ്ഞപ്പോ അയാൾ രണ്ടാമത് പറയുന്നൊരു വല്ലാത്ത വാക്കുണ്ട് മനുഷ്യ, ഇതാണ് റബ്ബിന്റെ റഹ്മത്തിന്റെ പ്രതീക്ഷ ഇവിടെയാണ്. അയാൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അറിയാത്തത് കൊണ്ടാ, മാ തറക ഹാദതൻ വലാ ദാദതൻ ഇല്ലാ വഖദ് അതാഹാ, ഞാൻ തെറ്റ് ചെയ്ത് മദ്യപിച്ചു വ്യഭിചരിച്ച് എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് എനിക്ക് വ്യഭിചരിക്കാൻ ആരോഗ്യമില്ല, മദ്യപിക്കാൻ എനിക്ക് കരൾ പോലുമില്ല, ഒരു തെറ്റ് ചെയ്യാൻ എനിക്ക് ആരോഗ്യമില്ലാതെ തളരുന്ന അവസ്ഥയിലെത്തിയപ്പോ എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും വ്യഭിചാരം നടന്നാലില്ല വഖദ് അത്താഹാ, അവിടെ പോയി ഞാനത് കണ്ടു നിന്ന് ആസ്വദിക്കും. മദ്യപിക്കുന്നവരുടെ ഇടയിൽ പോയി മദ്യപിക്കാൻ എനിക്ക് കഴിയാത്ത ആരോഗ്യമുള്ളത് കൊണ്ട് അത് ഞാൻ കണ്ടാസ്വദിച്ചവരുടെ കൂടെ നടക്കും നബിയേ. തെറ്റ് ചെയ്തെന്ന് മാത്രമല്ല, ചെയ്യാൻ പറ്റാതെ ശരീരം ദുർബലമായപ്പോ കണ്ണുകൊണ്ട് കണ്ടാസ്വദിച്ച കൊടുമ്പാവിയാണ് ഞാൻ. അലൈസലി തൗബ, എനിക്കെന്റെ റബ്ബ് പുറത്തു തരുമോ? എനിക്കെന്റെ റബ്ബ് പുറത്തു തരുമോ? ഹബീബിന്റെ മറുപടി, സഹോദരാ, ഖദ് ഗഫറല്ലാഹു ലക, അല്ലാഹു നിന്റെ പാപങ്ങൾ ഇതാ പുറത്തു തന്നിരിക്കുന്നു. മനസ്സ് തുറന്നുള്ള നിന്റെ ഈ ഏറ്റുപറച്ചിൽ റബ്ബിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഖദ് ഗഫറല്ലാഹു ലക, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. ഹബീബിന്റെ മുമ്പിൽ കവിൾക്കടത്തിലൂടെ കണ്ണുനീരൊലിച്ചു വാവിട്ട് കരഞ്ഞിട്ട് ഫകബ്ബറ സലാസ, അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ എത്ര വലിയവൻ, നീ എത്ര വിശാലൻ. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി, പടച്ചവനെ നിന്റെ മഗ്ഫിറത്ത് എത്ര വലുതാണ് റബ്ബേ. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ നിന്ന് തക്ബീർ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ നടന്നു പോയത്രേ. സഹോദരാ, സഹോദരാ, സഹോദരി, റമളാന്റെ ശഅബാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഖുർആനിലൂടെ നിന്നെ കണ്ടെത്തി അല്ലാഹുവിനോട് തൗബ ചെയ്തു പോയതെല്ലാം റബ്ബിനോട് പറയേ. അല്ലാഹുവേ, 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 നീ തവ്വാബാണ് റബ്ബേ, നീ തവ്വാബാണ് റബ്ബേ. എന്നോട് ഏറ്റവും ഇഷ്ടം നിനക്കാണ് അല്ലാഹ്. ഞാൻ ചെയ്ത ഒരു തെറ്റെന്റെ കൂട്ടുകാര് വെളിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത തെറ്റ് ആദ്യം കണ്ടത് നീയായിട്ടും നീ സത്താറാണല്ലോ റബ്ബേ, നീ അതിനെ മറച്ചു വെച്ചല്ലോ അല്ലാഹ്. എന്റെ കൂട്ടുകാരനോട് പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ വഞ്ചിച്ചു. അവൻ മറ്റുള്ളവരോട് പറഞ്ഞു നടന്നു. ഞാൻ ചെയ്ത തെറ്റ് ആദ്യം കണ്ടത് റബ്ബേ യജമാനന് നീയാണല്ലോ. എന്നിട്ട് നീ ഗഫൂർ മാത്രമല്ല, അല്ലാഹു സത്താറാണ് സഹോദരാ. സത്താറ ഗഫാർ വഹീഹേ, ബന്ദൂം ക ഗംഖാർ വഹീഹേ. നമ്മൾ ചെയ്ത തെറ്റ് റബ്ബ് കണ്ടിട്ടും മറച്ചു വെച്ചിരിക്കുകയാ. നമ്മളെ ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയില്ല, നമ്മളെ ഫളീഹത്താക്കിയില്ല. എന്തിന്? ലഅല്ലഹും യർജിഊൻ,
നിങ്ങൾ തിരിച്ചു വരുമോ എന്നറിയാൻ സമയത്തിന്റെ കുറവ് കൊണ്ട് അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളെ നമ്മൾ കഴുകിക്കളയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. നമ്മൾ അങ്ങനെയാണ്, നന്മയും ചെയ്യും തിന്മയും ചെയ്യും. സുബൈ നിസ്കരിക്കും, ചായക്കടയിൽ പോയി സുബൈ അവ്വൽ തക്ബീർ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും ചെയ്യും, നേരെ ചായപ്പീടികയിൽ പോയി അത് കളയുകയും ചെയ്യും. ഇവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, കിതാബുൻ ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങളുണ്ട്. അഫലാ തഅഖിലൂൻ, ചിന്തിക്കാത്തതെന്താ? നമ്മുടെ ഹൃദയത്തിൽ വന്ന കറകളെ നമുക്ക് കഴുകിക്കളയണം. കഴുകിക്കളയണ്ടേ സഹോദര. ഈ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കും, ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ. ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന പാപത്തിന്റെ തുരുമ്പെങ്ങനെ വൃത്തിയാക്കി നബിയെ? രണ്ട് കാര്യങ്ങൾ ചെയ്തോളൂ. ഒന്ന് ദിക്റുൽ മൗത്തി, മരണത്തെ കുറിച്ചുള്ള ഓർമ്മ. രണ്ട് തിലാവത്തുൽ ഖുർആൻ. രണ്ടാമത് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുക. ഒന്ന് ദിക്റുൽ മൗത്തി, മരണത്തെ കുറിച്ച് ഓർക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ പാപത്തെ കഴുകി വൃത്തിയാക്കി ഈ ഹൃദയത്തെ ശുദ്ധിയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഏതാ? ഖുർആൻ ഓതുക. ഇൻഷാ അല്ലാഹ് ഓതൂലേ? എപ്പോഴാ ഓതുക? തെറ്റുകളേറ്റു പറയാൻ നീ ചെയ്ത തെറ്റിന്റെ ആഴമൊത്തേട്ടുടനടി നിറയറ്റ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. അത് കണ്ട് നിന്നോട് അലിവ് റബ്ബിനു തോന്നണം. പടിവാതിലൊഴിയാതെ അവിടെ നിന്ന് നീ കരയണം. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർകദ, അല്ലാഹു നവ്വറല്ലാഹു മർകദ, മാനവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. നീ റബ്ബിനോട് കരയണം. നീ ചെയ്ത തെറ്റിന്റെ ആഴമോത്തിട്ടുടനടി നിറയറ്റ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ആരുമില്ലാത്ത വിശാലമായ മരുഭൂമിയിൽ ചെന്ന് ചെയ്തു പോയ പാവങ്ങളേറ്റ് പറഞ്ഞ് തലയിലേക്ക് മണ്ണ് മാറിയിട്ട് തലമുടിയിൽ പിടിച്ചു വലിച്ചിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ കിടന്ന് കരയണമെന്നാണ്. എന്താ തൗബ? പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ വിളിച്ചാൽ കേൾക്കാത്ത നട്ടുച്ച നേരത്ത് കാലിൽ ചെരുപ്പില്ലാതെ ചുട്ടുപടുത്ത മണൽ വാരി തലയിലിട്ടിട്ട് തലമുടിയിൽ പിടിച്ചു വലിക്കണം. നീ ചെയ്ത തെറ്റിന്റെ ആഴമൊത്തേട്ടുടനടി നിറയറ്റ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. തലമുടിയിൽ പിടിച്ചു വലിക്കണം. എന്തിനാണ് ഹബീബേ? അത് കണ്ട് നിന്നോട് അലിവ് റബ്ബിനു തോന്നണം. പടിവാതിലൊഴിയാതെ അവിടെ നിന്നു നീ കരയണം. ഇത് കണ്ടിട്ട് നിന്റെ യജമാനന് നിന്നോട് അലിവ് തോന്നണം. പടച്ചവനോട് പറയണം, അല്ലാഹുവേ പൊറുത്തെന്ന് പറയാതെ നിന്റെ ദർബാറിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പോവില്ല റബ്ബേ. എന്നിട്ട് അല്ലാഹുവിനോട് പറയണം, പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ട് നീ അല്ലാതെ. നീ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ ആരുടെ മുമ്പിൽ പോയി ചോദിക്കും അല്ലാഹുവേ? നീ എന്നെ ആട്ടി ഓടിച്ചാൽ ആരുടെ മുമ്പിൽ ഞാൻ പോകും അല്ലാഹുവേ? നിന്നെ പോലെ എന്നോട് കരുണ കാണിക്കുന്നവൻ ആരാണ് യജമാനനെ എന്ന് പറഞ്ഞ് കരയണം. നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഖുർആൻ പാരായണം ചെയ്യുക. ചെയ്യൂലേ? നമുക്ക് അവസാനിപ്പിക്കും. 10 മണി. ഒന്ന്, നമ്മുടെ ഖുർആനോദന എപ്പോഴാ ഓതുക? ചുരുക്കി ഒറ്റ വാക്ക് ഹദീസ് തീർത്തേക്കാം. എപ്പോഴാ ഓതുക? ഖുർആൻ തന്നെ ഓതാൻ പറഞ്ഞ ഒരു സമയമുണ്ട്. അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വ ഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഖുർആനൽ ഫജ്ർ, ഖുർആന്റെ ഫജ്ർ, ഫജ്റിന് ശേഷമുള്ള ഖുർആൻ, ഫജ്റിന് മുമ്പുള്ള ഖുർആൻ. ഖുർആൻ തന്നെ ഖുർആനിൽ പറഞ്ഞ ഖുർആന്റെ സമയമാണ് ഖുർആനൽ ഫജ്ർ. സൂറത്തുൽ ഇസ്റാ
ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓതിയാൽ അത് നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ സാക്ഷികളാണ്. അതുകൊണ്ട് നാളെ മുതൽ സുബഹിക്ക് മുമ്പോ ശേഷമോ അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നൊരൽപ്പമെങ്കിലും പാരായണം ചെയ്യണേ. സല്ലാലി ഇശ്റാഖിൻ വ ഖുർആനൻ തലാ. ഖുർആൻ ഓതണേ. ഓതൂലേ? സുബഹിക്ക് ശേഷം അല്ലാമാ ഇക്ബാലും മരണാസന്നനായി സക്കറാത്തിൽ കിടക്കുമ്പോ ആളുകൾ വന്ന് ചോദിച്ചു അല്ലാമാ ഇക്ബാലിനോട്, ഷായിറേഹിന്റെ അല്ലാമാ ഇക്ബാലിനോട്, മരിക്കാൻ കിടക്കുന്ന നേരത്ത് നിങ്ങൾക്ക് എന്തിനെ കുറിച്ചിട്ടാണ് നിരാശയുള്ളത്? അല്ലാമാ ഇക്ബാൽ പറഞ്ഞത് വീടിനെ കുറിച്ചല്ല, മക്കളെ വിട്ടു പോകുന്നതിനെ കുറിച്ചല്ല. ലുത്ഫേ ഖുർആനേ സഹർ വബാഖി നമാസ്. ലുത്ഫേ ഖുർആനേ സഹർ, ലുത്ഫേ ഖുർആനേ സഹർ വബാഖി നമാസ്. ഞാൻ സഹറിലൂതിയ ഖുർആനിനി ഓതാൻ കഴിയില്ലല്ലോ, എനിക്ക് എന്നെ നിസ്കാരം നിർവഹിക്കാൻ കഴിയില്ലല്ലോ. അതാണ് എന്നെ ലോകത്ത് നിന്ന് വിട പറയാൻ സങ്കടപ്പെടുത്തുന്നതെന്ന് അല്ലാമാ ഇക്ബാൽ. സഹോദര, ഖുർആൻ ഫജ്റിലൂതുക. അല്ലാഹു നമ്മളെ ഖുർആനെ മുഹിബ്ബീങ്ങളാക്കട്ടെ. അല്ലാഹു മുഹിബ്ബീങ്ങളാക്കട്ടെ. അല്ലാഹു മുഹിബ്ബീങ്ങളാക്കട്ടെ. കാരണം നമുക്ക് എന്ത് പോരായ്മയുണ്ടെങ്കിലും ആ പോരായ്മ നിരത്തുന്നത് ഖുർആനാണ്. ഹബീബായ നബി തങ്ങളുടെ സഹാബത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സഹാബത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആൾ, ഏറ്റവും മെലിഞ്ഞ ആൾ. പൊക്കം കുറവാണ്, മെലിഞ്ഞ ആളുമാണ്. മഹാനവറുകളെ നാണം കുണുങ്ങിയാണ്, ആരോട് സംസാരിക്കാത്ത ആളാണ്. സഹാബത്തിന് അങ്ങനെ തന്നെ അടയാളങ്ങളുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ താടി ഇവിടെ മാത്രമുള്ള താടിയാണ്, ഇവിടെ ഇല്ല. ഇവിടെ മാത്രം താടിയുള്ള ആളാണ് സിദ്ദീഖുൽ അക്ബർ. നമുക്ക് പിന്നീട് ഒരിക്കൽ അവരെ ചർച്ച ചെയ്യാം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബി, ശരീരം മെല്ലിച്ച സഹാബി. എപ്പോഴും ഒരു ഷാൾ ഇങ്ങനെ ഇട്ടിട്ടും മറച്ചിട്ടാണ് നടക്കുക. അത്ര മെലിഞ്ഞ ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പക്ഷേ ചെയ്യുന്ന ജോലിയോ ലോകത്താർക്ക് കിട്ടാത്ത ഒരു ഉദ്യോഗമാണ്. സാഹിബു നഅലാ റസൂലില്ലാഹ്. ആ പൊക്കം കുറഞ്ഞ മനുഷ്യനാണ് ഹബീബിന്റെ ചെരുപ്പും കയ്യിൽ പിടിച്ച് ഹബീബിന്റെ പുറകെ നടന്നത്. ആള് ചെറുതാണ്, പക്ഷെ ജോലി ഉദ്യോഗം വലിയ. നമ്മൾ ആള് വലുത്, ഉദ്യോഗം ചെറുതുവാ. ആ മനുഷ്യനാണ് സഹാബത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ കൃഷകാത്രനായ സഹാബിയാണ് സാഹിബ് നഅലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് ചെരുപ്പും പിടിച്ചു പുറകിലുണ്ടാകും എപ്പോഴും. ഒരു ദിവസം സഹാബത്തിന്റെ അടുക്കലിരിക്കവേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എവിടെ ഇരുന്നാലും ഒരു ഷാൾ ഇങ്ങനെ തലവടിയിട്ട് കാല് വരെ മറഞ്ഞിങ്ങനെ പുതച്ചേരിക്കും. അദ്ദേഹത്തിന്റെ ശരീരമാനം കണ്ടിട്ടില്ല. ഒരു ദിവസം സദസ്സിലിരിക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ഭാഗത്ത് നിന്ന് മറച്ചിരുന്ന വസ്ത്രമങ്ങ് മാറിപ്പോയി. സഹാബത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് കണ്ടപ്പോ കാടപ്പക്ഷിയുടെ കാല് പോലെ മാംസമില്ലാതെ വെറും അസ്ഥി മാത്രമുള്ള കാല്. അത് കണ്ട സഹാബത്തുകൾ ചിരിച്ചു അത്രേ. ഈ മനുഷ്യൻ എങ്ങനെയാണ് നടന്നു പോകുന്നത്? ഒരെല്ലു മാത്രം മാംസമില്ല, മസിലില്ലാത്ത കാല്. സഹാബത്ത് ആ കാല് കണ്ട് ചിരിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ കണ്ടു. സഹാബാ, നിങ്ങൾ എന്റെ ഇബ്നു മസ്ഊദിന്റെ കാലിന്റെ അവസ്ഥ കണ്ടിട്ടാണോ ചിരിച്ചത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം കേട്ട സഹാബത്ത് ഞെട്ടിത്തരിച്ചു പോയി. എന്റെ ഇബ്നു മസ്ഊദിന്റെ കാല് കണ്ടിട്ടാണോ നിങ്ങൾ ചിരിച്ചത്? അസ്ഥി മാത്രമുള്ള കാടപ്പക്ഷിയുടെ കാല് പോലെയുള്ള കാല്. അവര് തലയാട്ടിയപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ, വലഹുമാ ഫിൽ മീസാനി അസ്കലു മിൻ ഉഹദ്. നാളെ പരലോകത്ത് വരുമ്പോ കാടപ്പക്ഷിയുടെ വലിപ്പമില്ലാത്ത ഇബ്നു മസ്ഊദിന്റെ കാല് മീസാനിൽ ഏറ്റവും ഭാരമുള്ളത് ഈ കാലിനായിരിക്കും. നിങ്ങളുടെ കാലിനേക്കാളേറെ ബദറിൽ പങ്കെടുത്ത നിങ്ങളുണ്ടല്ലോ, ജിഹാദിൽ പങ്കെടുത്ത നിങ്ങളുണ്ടല്ലോ. പടച്ചവൻ എന്നെ പ്രതിഫലം തൂക്കി നോക്കുമ്പോ നാളെ മീസാൻ എന്ന ത്രാസില് ഏറ്റവും ഭാരം എന്റെ ഇബ്നു മസ്ഊദിന്റെ ഈ കൊച്ചുകാലിനാണ്.
സഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. എന്താണ് നബിയെ ഈ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹാബ, എന്റെ ഇബ്നു മസ്ഊദിന്റെ കാലിന്റെ പുറകിലെ ഇറച്ചി കഷണം നഷ്ടപ്പെട്ട കഥ നിങ്ങൾക്കറിയോ? ഇല്ല നബിയേ. വിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് റഹ്മാൻ അവതരിപ്പിക്കപ്പെട്ടപ്പോ അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്ത് റഹ്മാൻ ഞാൻ സഹാബത്തിന് ഓതിയപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാനിത് കഅബയുടെ മുകളിൽ കയറിയിട്ട് ഓതത്തെ നബിയെ? ഓതിക്കോ ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുകളിൽ കയറി അത്യുച്ചത്തിൽ ഓതാൻ തുടങ്ങി. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. ലാത്തയുടെ മുകളിൽ, മനാത്തയുടെ മുകളിൽ ഹബീബായ നബി തങ്ങളുടെ സൂറത്ത് റഹ്മാൻ ഓതിയപ്പോ മക്കാ ഖുറൈശികൾ പാഞ്ഞു വന്ന് അബൂജഹൽ കയ്യിലിരിക്കുന്ന വില്ലിന്റെ അഗ്രം കൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുകളിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വില്ല് കൊണ്ട് ആഞ്ഞടിച്ചു. മാനവരുടെ കാലിന്റെ പുറകിൽ നിന്ന് മാംസം തെറിച്ച് താഴേക്ക് വീണു. കാലിലൂടെ രക്തം തടം തല്ലിയാ തുടങ്ങി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മത്താഫിലേക്ക് മറിഞ്ഞു വീണു. ഇന്ന് മക്കാമ ഇബ്രാഹിം ഇരിക്കുന്ന സ്ഥലത്ത് ഉംറയ്ക്ക് പോയവർക്കറിയാം, മക്കാമ ഇബ്രാഹിം ഇന്നിരിക്കുന്ന സ്ഥലത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ഇങ്ങനെ തടം തല്ലിയാ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി രക്തമൊരുക്കിയ കാലാണത്. അത് നാളെ മീസാൻ എന്ന ത്രാസിൽ അതിനേക്കാൾ ഭാരം വേറെ ഒന്നും ഉണ്ടാവില്ലെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിന് വേണ്ടി നടന്ന കാല്, ഖുർആനിന് വേണ്ടി ചലിച്ച നാവ്, ഖുർആനിനെ നോക്കിയ കണ്ണ്, ഖുർആനിനെ കുറിച്ച് ചിന്തിച്ചു വന്ന കണ്ണീര്, ഇതിനൊക്കെ മീസാനിൽ ഭാരമുണ്ട് മനുഷ്യന്മാരെ. സയ്യിദ് മൗലവി എത്രയോ വർഷങ്ങളായി ഹാഫിദ് ഉസ്താദാണ്. 20 വർഷമായി ആ മനുഷ്യന് ഹാഫിദ് ഉസ്താദാണ്. ഹാഫിദ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഹാഫിദ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഭിത്തിയിൽ ചാരിയിരുന്നാൽ വൈകുന്നേരം ഇശാ വരെ ഈ കുഞ്ഞുങ്ങൾ ഖുർആൻ ഓതുമ്പോ ഹർഫ് തെറ്റിയോ, മഖ്റജ് മാറിയോ, അക്ഷരം തെറ്റിയോ എന്ന് ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്മാരുണ്ട് ഇവിടെ. നമ്മളൊക്കെ ഇരിക്കോ സുബഹി മുതൽ ഇശായായാലും 1-ാം ദർസിൽ നടക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓതുമ്പോ മഖ്റജ് തെറ്റരുത്, അക്ഷരം മാറരുത്. കാത് കേത്ത് വെച്ച് ചമ്രം പടിഞ്ഞിരിക്കുന്നവർ. നമ്മളോ ഒരു യാസീൻ ഓതുമ്പോ 3 പ്രാവശ്യം നമ്മൾ മൂത്രപ്പുര പോണ ആളുകളാണ്. ഒരു യാസീൻ ഓതി ചമ്രം പടിഞ്ഞിരുന്ന ഒരു യാസീൻ ഓതുന്നതിന്റെ ഇടയിൽ 4 പ്രാവശ്യം ഒന്ന് കാല് നാട്ടിവെക്കും, മറ്റൊന്ന് കീപ്പോട്ടിടും, പിന്നെ ഒന്ന് ചമ്രം പടിഞ്ഞിരിക്കും, അവസാനം ദുആയാകുമ്പം പുറകിലോട്ടിടും. ഒരു യാസീൻ ഓതാൻ 3 പൊസിഷൻ മാറുന്ന നമുക്ക് സുബഹീന്റെ ബാങ്ക് മുടങ്ങിയത് മുതൽ അവസാനം വരെ അള്ളാഹുവിന്റെ കലാമിനെ കേട്ട് നിൽക്കുന്ന 20 വർഷം 2 പതിറ്റാണ്ട് സയ്യിദ് മൗലവിക്ക് കഴിഞ്ഞു. ഇവിടെ ഒരു ജാമിയ ഹുസൈനിയ എന്ന ഒരു സ്ഥാപനം, ഈ സ്ഥാപനത്തിന് വേണ്ടി സദക്ക ചെയ്തവർ, ഈ പള്ളി വെച്ചു കൊടുത്തവർ, ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തവർ, പള്ളി ബഹുമാനായ മുഹമ്മദ് ഹാജിയൻ. ഞാനൊരിക്കൽ എറണാകുളത്ത് വെച്ചൊരു കല്യാണത്തിൽ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ദീനിനെ കുറിച്ച് വളരെ വാചാലമായി സംസാരിച്ചു. ദീനിനോട് വലിയ റഗ്ബത്തുള്ള ആൾ. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ ബിൽഡിങ്ങിന് വേണ്ടി സഹായിച്ചവരുണ്ട്, ഈ നാട്ടുകാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ ഖുർആനിന് വേണ്ടിയുള്ളതാണ്. അള്ളാഹു ഇതിനെ നിലനിർത്തി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടുകൂടി ഈ സ്ഥാപനത്തെ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ധാരാളം ഹാഫിളീങ്ങളെ, ധാരാളം ആലിമീങ്ങളെ അള്ളാഹു ഈ സ്ഥാപനത്തിലൂടെ അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. കേരളത്തിലെ പ്രശസ്തനായ ഒരു സഞ്ചാര കൗതുകി അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ യാത്രയുടെ ഇടയിൽ ലണ്ടൻ നഗരത്തിൽ പോയി. സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയിരുന്നപ്പോൾ 1-ാമത്തെ സഫിൽ നേരത്തെ പോയിരുന്നു. സായിപ്പന്മാർ വരുന്നതേ ഉള്ളൂ. ബാങ്ക് വിളിക്കാൻ വന്ന മുഅദ്ദിൻ സാഹിബ് എൻ്റെ തോളിൽ തട്ടി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഹാഫിളാണോ? അപ്പൊ പറഞ്ഞു അല്ല, എന്നാൽ 4-ാമത്തെ സഫിലിരിക്കുക. എന്തേ? ഈ ലണ്ടനിലെ പള്ളിയിൽ ആദ്യത്തെ 3 സഫുകളിലും ഹാഫിളീങ്ങൾ മാത്രമാണ്. ഇവിടുത്തെ 3 സഫുകളിൽ സുബഹിക്ക് ഹാഫിളീങ്ങൾ മാത്രമാണ്.
അദ്ദേഹം ഒരു ഹാഫിളാവാത്തതിന്റെ പേരിൽ ഞാൻ വല്ലാതെ ലജ്ജിച്ച സമയം. പിന്നെ ഞാൻ അവിടെ നിന്ന് പോയത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിലെ ഇരുണ്ട ഗ്രാമത്തിൽ പരിഷ്കാരമെത്താത്ത കറുപ്പെന്ന് നമ്മൾ അവഗണിച്ചു വെച്ച ആ കറുപ്പിന്റെ ഒരു ഗ്രാമത്തിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ നമസ്കരിക്കാൻ സമയമായി. ആഫ്രിക്കയുടെ ഇരുണ്ട ഒരു വനാതിർത്തിയിലുള്ള ഗ്രാമമാണ്. എവിടെ എങ്ങോട്ടാണ് പടിഞ്ഞാറ് കിഴക്കെന്ന് എനിക്കറിയില്ല. ഞാൻ അതിലെ വന്ന ഒരു കൊച്ചു കറുകറുത്ത ചുണ്ടു തടിച്ച ഒരു കറുത്ത ഒരു കൊച്ചു ബാലൻ അവരോട് നിക്കറിട്ടിട്ടുണ്ട്. ഒരു 10-11 വയസ്സ്. അവൻ അതിലേക്ക് കടന്നു വന്നു. ഞാൻ അവനോട് ചോദിച്ചു, മനീഷ് മോനെ എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുക? അപ്പൊ അവൻ എന്നോട് മറുപടി പറഞ്ഞു, ഫൈനമാ തവല്ലു ഫസമ്മ വജ്ഹുല്ലാ. സൂറത്തുൽ ബഖറയുടെ ഒരു ആയത്തോതി അവൻ മറുപടി പറഞ്ഞു, ഫൈനമാ തവല്ലു ഫസമ്മ വജ്ഹുല്ലാ. എങ്ങോട്ട് തിരിഞ്ഞാലും അല്ലാഹ് അവിടെയുണ്ട്. അപ്പൊ ചോദിച്ചു, അതല്ല മോനെ ഈ കിഴക്കും പടിഞ്ഞാറും എങ്ങോട്ടാണ്? അപ്പൊ അവൻ തിരിച്ചെന്നോട് മറുപടി പറഞ്ഞു, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്. കിഴക്കും പടിഞ്ഞാറും പടച്ചോന്റേതാണ്. എങ്ങോട്ട് നോക്കിയാലും കിഴക്കും പടിഞ്ഞാറുമാണ്. അപ്പൊ അവനോട് പറഞ്ഞു, മോനെ അതല്ല, എനിക്ക് നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരമില്ല. അവനോട് ഞാൻ അറിയുന്ന ഭാഷയിൽ പറഞ്ഞു, നിസ്കാരമില്ലേ, തിരിഞ്ഞെങ്ങോട്ടാ നിസ്കരിക്കുക? അപ്പൊ അവന് ദേഷ്യം വന്നപ്പോ അവൻ എന്നോട് പറഞ്ഞു, ലാ തസ്അലു അൻ അശിയ ഇൻ തുബദലക്കും തസൂക്കും. കൂടുതൽ ചോദിച്ചാൽ മറുപടി വേറെ കേൾക്കേണ്ടി വരും. ഖുർആന്റെ ആയത്തവൻ പടപടാന്ന് ഓതി. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, യാ യഹിയ ഖുദിൽ കിതാബ ബിഖുവ. സൂറത്തു മറിയം ഓതി, എന്റെ പേര് യഹിയ എന്നാണ്. മോനെ നിന്റെ ഉപ്പയോ? വകല്ലമല്ലാഹു മൂസ തക്ലീമ. എന്റെ വാപ്പാന്റെ പേര് മൂസ എന്നാണ്. എല്ലാത്തിനും മറുപടി 8-9 വയസ്സുള്ള കറുത്ത ബാലൻ ഖുർആന്റെ ആയത്ത് കൊണ്ട് മറുപടി പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിനക്കിതെങ്ങനെ കഴിയുന്നു? അപ്പോൾ ഒട്ടും മടി കൂടാതെ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ 100% ആളുകളും ഹാഫിളീങ്ങളാണ്. ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലും ഖുർആൻ കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഹാഫിളീങ്ങളുള്ള ഗ്രാമങ്ങൾ ആഫ്രിക്കയിലാണ്. ഏറ്റവും നല്ല ഖാരിയങ്ങൾ ആഫ്രിക്കയിലാണ്. നമ്മളവരെ കറുത്തവരെന്നും പറഞ്ഞ് അവഗണിക്കണമെങ്കിൽ നമ്മൾ വലിയ മലയാളികളെന്നും പറഞ്ഞ് ലോകത്ത് ഒരാടത്തും ഇല്ലാത്ത ഭാഷയും പറഞ്ഞ് തമിഴ് പഠിച്ച ശ്രീലങ്കയിലെങ്കിലും പോകാം. മലയാളം പഠിച്ച എവിടെ പോകും? നമ്മൾ വലിയ തമിഴ് പഠിച്ച ശ്രീലങ്കയിലെങ്കിലും പോയി ഒരു നേരത്തെ പൈക്കുള്ള വഴി ഉണ്ടാക്കാം. മലയാളം പഠിച്ച എവിടെ പോകും? ഒരിടത്തും ഈ ഇട്ടാവട്ടത്തില്. അത് തന്നെ കൊല്ലത്ത് പറയണത് മലപ്പുറത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല, മലപ്പുറത്ത് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവിടെ എനിക്ക് നീ നിനക്ക് ഞാനും 12 അക്ഷരമുണ്ട്. മലപ്പുറത്ത് 4 അക്ഷരമുള്ളൂ. ഇജ്ജിച്ചും ഇച്ചിജ്ജും, ഇജ്ജിച്ചും ഇച്ചിജ്ജും നമുക്ക് മനസ്സിലാവില്ല. ഇതും വെച്ച് വലിയ ആളുകളായിട്ട് നമ്മളിങ്ങനെ നടക്കാൻ, നമ്മൾ തന്നെ മഹാനവറുകളായി നമ്മൾ തന്നെ നടക്കാൻ. അല്ല മനുഷ്യന്മാരെ, ലോകത്തൊരു മനുഷ്യന് ബഹുമാനം കിട്ടുന്നത് അവൻ ഖുർആന്റെ ഖാദിമാവുമ്പോഴാണ്, അവൻ ഖുർആന്റെ മുഹിബാകുമ്പോഴാണ്. ഇത് ആകാശ ലോകത്തിന്റെ അക്ഷരമാണ്. ലോകത്തിലൊരു മനുഷ്യൻ പറയുന്ന പദത്തിൽ ഏറ്റവും നല്ല പദം വഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല സംസാരം അല്ലാഹുവിന്റെ കലാമാണ്. അത് പറയാനും അതുവഴി ജീവിക്കാനും അതുവഴി മരണപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. ഒന്നാമീ പറയും മനുഷ്യന്മാര്, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടക്കാൻ കഴിഞ്ഞ ഏറ്റവും ഹാഫിളുൽ ഖുർആൻ, ഖുർആന്റെ ഹാഫിളീങ്ങളാവലാണ്, ഖുർആന്റെ ഹാഫിളീങ്ങളാവലാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ നാട്ടിലോട്ട് വന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല നന്മ ഏതാണ്? ഈ മക്കൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. അതായത് ഈ 3 ഷീറ്റ് വെച്ച് മറച്ചു വെച്ചിരിക്കുന്ന ഈ സ്ഥലത്താണ് നമ്മുടെ ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കുക. നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾ ഈ 3 ഷീറ്റ്, 3 ആസ്പെറ്റോ ഷീറ്റും ആ മുകളിലത്തെ ഷീറ്റും. ഇന്നവിടെ ഒരു ക്യാൻറ്റീനിന് തറക്കല്ലിട്ടിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി ആ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ അതിനേക്കാൾ നല്ലൊരു സൽക്കർമ്മം ചിലപ്പോൾ ഈ റമളാനിന്റെ ശഅബാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടി ഒന്ന് കൂടിയാൽ ആ ഒരു ക്യാൻറ്റീൻ നമ്മുടെ ഈ ഹാഫിളീങ്ങളായ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടണില്ലേ? നമ്മുടെ മക്കൾക്ക് അന്നത്തിന് വേണ്ടി ഓടണില്ലേ? ഹാഫിളീങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു 50,000 രൂപ, ഒരു 1,00,000 രൂപ, ഒരു 25,000 രൂപ, എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സദഖ ആരെങ്കിലും ഒന്ന് കൈവയ്ക്കാൻ മതി. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒരു 50,000 ഞാൻ, എത്രയാണ് നിങ്ങൾ പറഞ്ഞാൽ മതി, ഒരു 50,000 ഞാൻ അതിന് കൊടുക്കാം. അള്ളാഹുവിന്റെ ഖുർആൻ
സാജിദ് മൗലവി പത്തനംതിട്ട 50,000 ഇവിടുത്തെ ഉസ്താദാണ്. ഭയങ്കര ശമ്പളം സഹോദര. ലോകത്തിലെ ഒരു ചെറിയ ശമ്പളം, ഈ പള്ളിയിലെ ഇമാമിങ്ങളുടെ ശമ്പളവും ക്ലോസറ്റിലെ വെള്ളം ഒരുപോലെ അല്ല. യസീദ് പോലെ എങ്കുസ് കൂടുമില്ല കുറയുമില്ല. അങ്ങനെ തന്നെ നിൽക്കുന്ന പരിമിതമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ സാജിദ് മൗലവി തന്റെ ഈ ഹാഫിളീങ്ങളായ മക്കൾക്ക് വേണ്ടി 50,000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ ബറക്കത്ത് നൽകണേ അല്ലാ. സുബഹി മുതൽ ഇശാ വരെ വേറൊരു ലൗകിക സംസാരമില്ലാതെ നിന്റെ കലാം ഓതുന്ന ഈ ഹാഫിളീങ്ങൾക്ക് വിശക്കുന്ന നേരത്ത് ഭക്ഷണം കഴിക്കാൻ അതിനേക്കാൾ വലിയ ഒരു ധർമ്മമില്ലല്ലോ റബ്ബേ. വിശപ്പിനാണല്ലോ മനുഷ്യനെല്ലാം മറന്നു പോവുക. അതിനുവേണ്ടി തന്റെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് 50,000 രൂപ നൽകിയ സാജിദ് മൗലവി പത്തനംതിട്ട, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും എന്ന് സന്തോഷം നൽകുന്ന പൊന്നുമക്കളാക്കണേ റബ്ബേ. ഉപ്പാന്റെ ഉമ്മാന്റെ കൈ പിടിച്ച് സ്വർഗത്തിലെത്തുന്ന നല്ല മക്കളാക്കി കൊടുക്കണേ റഹ്മാനേ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ മാരക രോഗത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാ. നിന്റെ ഖുർആന്റെ ശഫാഅത്തോടെ സ്വർഗത്തിലെത്തുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരങ്ങളിൽ ആരെങ്കിലും ഇൻഷാ അല്ലാഹ് ഒരു 50,000 രൂപ എത്രയാണോ പറ്റണത് ഒന്ന് പറഞ്ഞാൽ മതി. എല്ലാവരും കൂടി ഒന്ന് കൂടിയാൽ നമുക്കിതിനെ നമ്മുടെ ഈ കുട്ടികൾക്ക് മാന്യമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം. ഇൻഷാ അല്ലാഹ് ഒന്ന് പറയും. ഒന്ന് 50,000 രൂപ. മാഷാ അല്ലാഹ്. പേര് ഉമർ കുഞ്ഞ് സാഹിബ് 50,000 രൂപ. അല്ലാഹുവേ ഉമർ കുഞ്ഞ് സാഹിബിന്റെ സദഖയിൽ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഏതാഗ്രഹമാണോ മുറാദുകളാണോ നീ ഹാസിലാക്കണേ അല്ലാഹ്. അദ്ദേഹം ആഗ്രഹത്തോടെ വളർത്തുന്ന പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ ഏതാഗ്രഹമാണോ കബൂലാക്കണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ആരാ പറയാ? പറയ്. നല്ല മനസ്സോടെ, നല്ല ഇഖ്ലാസോടെ, നല്ല നിയ്യത്തോടെ. ഇതൊരു മുബാറക്കായ മജ്ലിസാണ്. ഒന്ന് ഉസ്താദ്മാരൊന്ന് പോയി. അവനവനെ കൊണ്ട് കഴിയണത് 50,000 പറ്റില്ലെങ്കിൽ 25,000. മനസ്സോടെ അല്ലാഹു നമുക്ക് അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ ശഅബാന്റെ പുണ്യമായ അവസാനത്തെ വെള്ളിയാഴ്ച അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഉമ്മു സ്വലാത്തിൽ ബിഹഖി സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഏതാഗ്രഹമാണോ നീ കബൂലാക്കണേ അല്ലാ. സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. പടച്ചവനെ ഈ സദഖ ചെയ്ത സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ.